ഹലോ, നമസ്കാരം. അനാസ്ഥയുടെ, അവഗണനയുടെ, പ്രതീക്ഷയുടെ വിശേഷങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നമ്മുടെ നഴ്സസ്മാരുടെ സമരം ഇന്നത്തെ വാർത്താപ്പകലിൽ നിറഞ്ഞു നിന്ന തലക്കെട്ടായിരുന്നു. അതിൽ തികച്ചും ക്രൂരമായ നിലപാടുകളാണ് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രി സമരക്കാരോട് സ്വീകരിച്ചത്. ജൂനിയർ നഴ്സുമാരെ ആശുപത്രിയിൽ പൂട്ടിയിടുന്നതും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നതും നമ്മൾ കണ്ടു. 2 പേരെയാണ് ഇന്ന് അകാരണമായി ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയത്. കടുത്ത പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പുറത്താക്കൽ നടപടി മരവിപ്പിക്കാൻ ഒടുവിൽ മാനേജ്മെന്റ് തയ്യാറായി. ഈ കണ്ടത് സമരം ചെയ്യാനെത്തിയ ഒരു നേതാവിനെ ആശുപത്രി ജീവനക്കാരൻ പുറത്താക്കുന്ന വീഡിയോ അല്ല. എൻ്റെ പുറകിൽ കാണുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഉടമ KG അലക്സാണ്ടർ UNA നേതാവിനെ ആക്രമിക്കുന്നതും പുറത്താക്കുന്നതുമായ വീഡിയോ ആണ്. സമരത്തിനിറങ്ങിയവരെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, കയ്യേറ്റം ചെയ്യാനും ആശുപത്രി ഉടമയിൽ നിന്ന് നീക്കമുണ്ടായി. ഈ UNA നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയും നഴ്സുമാരെയും അവിടുത്തെ MDയുടെ നേതൃത്വത്തിൽ ഗുണ്ടകൾ ആക്രമിക്കുന്നത് നിങ്ങളെല്ലാം ആ വിഷ്വൽ കണ്ടതായിരിക്കും. വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് ആ ഡോക്ടർ അലക്സാണ്ടർ നഴ്സുമാരോട് പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മനോഭാവങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും നഴ്സുമാർ അടിമകളില്ലെന്നും തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധ മാർച്ച്. അതിലും തീർന്നില്ല. രാവിലത്തെ സംഭവം ക്ഷീണമായെന്ന് മനസ്സിലാക്കിയതോടെ സമരക്കാർ 24 മണിക്കൂറിനകം ഹോസ്റ്റൽ വിടണമെന്ന അന്ത്യശാസനം. ഇനി താമസവും വേണ്ട, ഭക്ഷണവും വേണ്ടെന്ന ആശുപത്രി. 24 മണിക്കൂറിനകം ഇറങ്ങാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പകരം ഈ മെസ്, അതുപോലെ തന്നെ മെസ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളോട് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഹോസ്റ്റലിൽ ഒരു 200ഓളം ആളുകൾ ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൊരു ആശങ്കയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ ഒരു മെസ്സേജ്, ഒരു ഗ്രൂപ്പിൽ വാർഡൻ ഇട്ടൊരു മെസ്സേജ് മാത്രമാണ് ഇത്. പിന്നെ നമ്മളിനി അവിടെ ചെന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നില്ല മനസ്സിലാവും. അവിടം കൊണ്ടും തീർന്നില്ല ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ പ്രതികാരം. സമരത്തിനിറങ്ങിയ 2 നഴ്സുമാരെ പിരിച്ചുവിട്ടതായി കാണിച്ച് ഇരുവർക്കും നോട്ടീസ് നൽകി. പിരിച്ചുവിടാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. പിന്നീട് BJP നേതാക്കൾ നടത്തിയ ചർച്ചയിൽ തീരുമാനം മരവിപ്പിച്ചു. ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിട്ട നടപടിയും പിൻവലിച്ചു. ഞങ്ങൾക്ക് കാണണം ഏത് ഗുണ്ടകളാണ് നഴ്സുമാരെ തടയുന്നതെന്ന്, ആരാണ് ഞങ്ങളെ പ്രതിരോധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണം. ശക്തമായ പ്രക്ഷോഭം തന്നെ ഇത്തരം കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് മുന്നിലുണ്ടാകും. ഞങ്ങൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുന്നിൽ കിടന്നുറങ്ങും. ഒരു സംശയം വേണ്ട. ഹോസ്റ്റലുകൾ തുറന്നില്ലെങ്കിൽ റോഡിൽ തന്നെ കിടന്നുറങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കും. തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ആശുപത്രിക്കുള്ളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാതെ ആരും ജോലിക്ക് കയറില്ലെന്നതാണ് UNAയുടെ നിലപാട്. ആയിരക്കണക്കിന് രോഗികളാണ് ഇതോടെ ദുരിതത്തിലാകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ജീവനക്കാർക്കുമൊക്കെ വേതനം നൽകാൻ പ്രയാസപ്പെടുന്ന ഒരു ആശുപത്രിയല്ല സമീപകാലത്ത് ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനി ഏറ്റെടുത്ത ബേബി മെമ്മോറിയൽ ആശുപത്രി. പകലന്തിയോളം കഷ്ടപ്പെടുന്നതിനുള്ള മാന്യമായ വേതനമാണ് അവർ ചോദിക്കുന്നത്. അത് നൽകാൻ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറാകണം. അനൂപ് എസ് നായർക്കും അജി കുഞ്ഞുമോനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോഴാ സഞ്ജു സാംസൺ വിഴിഞ്ഞത്തെ വീട്ടിൽ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ചെയ്യാൻ പറ്റാത്തൊരു വിഷമത്തിൽ ആണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ ഇത്രയും ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ആ സമയത്ത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വലിയ സന്തോഷം. ചരിത്രം തിരുത്തി കുറിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. അതെ, മലയാളികൾ ഒന്നടങ്കം അഭിമാനത്തോടെയാണ് താങ്കളുടെ ഈ വരവ് കാത്തിരുന്നത്. എന്താണ് മലയാളി ആരാധകരോട് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. ഇപ്പം മാത്രമല്ല, എന്നെ ടീമിൽ എടുക്കാത്തപ്പോഴും ടീമിൽ ഉണ്ടാവുമ്പോഴും പെർഫോം ചെയ്യാത്തപ്പോഴും നമ്മുടെ കുറേ സെറ്റ് ബാക്സിലാണല്ലോ നമ്മുടെ നാട്ടുകാർ എപ്പോഴും കുറച്ച് കൂടുതൽ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എപ്പോഴും ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചൊരു സന്തോഷം കൊടുക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നാട്ടിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വേറെ ഭയങ്കര മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ക്രിക്കറ്റ് ഉറപ്പായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കളി ജയിക്കും, ചിലപ്പോൾ കളി തോക്കും. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ജെന്യുവൻ സപ്പോർട്ടും
ഇത്രയും പ്രാർത്ഥനകൾ കാണുന്ന കുറേ വീഡിയോസും കുറേ മെസ്സേജസും കുറേ റീൽസും വീട്ടിൽ വൈഫ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്രയും സ്നേഹം എനിക്ക് അറിയിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒന്ന് മനസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത്. അതെ 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 അയ്യോ, അത് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് മനസ്സൊന്ന് ഒന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേരെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. അതെ അതെ, മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അതെ അതെ വലിച്ചടിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ഇനി വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കുറേ കളി വലിച്ചടിച്ച് നോക്കി. അപ്പോൾ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പോൾ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മുടെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്കറായിട്ട് കൂട്ടാൻ നോക്കി. പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഞാൻ അതൊന്നും ആലോചിക്കാനും നോക്കാനും പോയിട്ടില്ല. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടാണ് എനിക്ക് മനസ്സിലായത് എത്രയാണ് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ 1 മാസമായിട്ട് ഫോൺ ഓഫാണ്, ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സെ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു. നാട്ടിലൊന്നുമില്ല, ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ അച്ഛനമ്മയായിട്ടൊന്ന് 2 ദിവസം ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ 2 ദിവസം സമയം കുറച്ച് മിണ്ടാതെ ഇരിക്കായിരുന്നു. നാളെ എന്തോ ടീമിന്റെ ഒരു ഇവന്റ് ഉണ്ടെന്ന് പറയണേട്ട്. നാളെ ഡൽഹിയിലൊരു നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചതിന്റെ എന്തോ ഒരു ഇവന്റ് ഇന്ന് രാത്രി ഒന്ന് കൺഫേം ആവും. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. വലിയ സന്തോഷം, താങ്ക് യു സോ മച്ച് ഇത്രയും വലിയ സപ്പോർട്ടിന്. ഇതിനെയും കാട്ടിയും എന്ത് ആവശ്യപ്പെടാനും വലിയ സന്തോഷം. താങ്ക് യു എല്ലാവർക്കും, വലിയ താങ്ക് യു. T20 ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസൺ തിരുവനന്തപുരത്തെത്തി. സംസ്ഥാന സർക്കാർ തന്നെ സ്വീകരണം നൽകി. പക്ഷേ ഒരുപക്ഷെ ഇതിലും വലിയ വരവേൽപ്പ് സംസ്ഥാന സർക്കാർ നൽകാനുള്ള സാധ്യതയുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. അവിടെ വലിയ ആരാധക കൂട്ടമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്തെ വീട്ടിലെത്തി സഞ്ജു സാംസൺ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കാണികൾ നൽകിയ, സ്പോർട്സ് പ്രേമികൾ നൽകിയ പിന്തുണയ്ക്ക് സഞ്ജു സാംസൺ നന്ദി പറഞ്ഞു. മോശം സമയത്ത് ഒപ്പം നിന്നതിന് അതിനെന്തെങ്കിലും തിരിച്ച് നൽകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എന്നും സഞ്ജു സാംസൺ പറഞ്ഞു. ഈ മിന്നും പ്രകടനത്തിന് അവകാശികൾ ഒപ്പം നിന്ന ഈ സ്പോർട്സ് പ്രേമികളായ ക്രിക്കറ്റ് പ്രേമികളാണ് എന്ന കാര്യം കൂടി സഞ്ജു സാംസൺ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, സഞ്ജു സാംസന്റെ പതിവ് കളിശൈലി എല്ലാ പന്തും വീശിയടിക്കുക എന്നുള്ള ആ തന്ത്രം ഇത്തവണ മാറ്റി പരീക്ഷിച്ചു
എന്ന കാര്യം കൂടി, സ്ട്രൈക്ക് റേറ്റ് ഉയർത്താനുള്ള ശ്രമമായിരുന്നു നേരത്തെ താൻ നടത്തിയിരുന്നത്. അതായിരുന്നു തൻ്റെ ശൈലി. പക്ഷേ ഇത്തവണ ആ ശൈലിയിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിക്കാനുള്ള ശ്രമം നടത്തി. അത് വിജയമായി. ആ തന്ത്രമാണ് ഇത്തവണ പരീക്ഷിച്ചത് എന്ന കാര്യം കൂടി സഞ്ജു സാംസൺ പറഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളും സഞ്ജു സാംസൺ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഓർത്തെടുക്കുകയും ചെയ്തു. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്, നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചത് നഴ്സുമാരുടെ സമരം. അതിനോട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി കാണിക്കുന്ന ക്രൂരത. അവിടെ നഴ്സുമാരെ പിരിച്ചുവിട്ടു. പക്ഷേ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവർക്കെതിരായ നടപടി പിൻവലിക്കാൻ ഇപ്പോഴും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രി ഇപ്പോൾ വലിയൊരു കോർപ്പറേറ്റ് ശൃംഖലക്കാരാണ് നടത്തുന്നത്. അവർ ഈ അമിത ലാഭം, രോഗികളെ പിഴിഞ്ഞ് വലിയ അമിത ലാഭം കൊണ്ടുപോകാൻ ഇത്തരം ആശുപത്രികൾ അവർ നടത്തുന്നുണ്ടോ എന്നത് മാത്രമല്ല, ഏതായാലും ഇങ്ങനെയുള്ള ഈ അമിത ലാഭത്തിലൂടെ രോഗികളെ പിഴിഞ്ഞ് കൊണ്ടുപോകുന്നത് അതൊട്ടും ആശാസ്യകരമായ പ്രവണതയല്ല എന്ന് പല ആരോഗ്യ വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. നഴ്സുമാർ പക്ഷേ അവരുടെ ജോലിക്കുള്ള വേതനമാണ് ആവശ്യപ്പെടുന്നത്. അത് നൽകുന്നതിനുള്ള സമരം അവർ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിച്ച നഴ്സുമാരുടെ സമരം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. അടിസ്ഥാന വേതനം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യം. സമരാവശ്യം നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അങ്ങനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. സമ്മതം മൂളിയ മാനേജ്മെൻറ്റും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. വേതന വർധന നിലവിൽ വരുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ തീരുമാനം. മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാലാഖമാരുടെ തോരാക്കണ്ണീർ. സ്വകാര്യ ആശുപത്രികൾ സാധാരണക്കാർക്ക് നിരന്തരം ആശ്രയിക്കാനുള്ള സ്ഥലമല്ലെന്നത് വാസ്തവമാണ്. രോഗിയുമായി ഈ ആശുപത്രികളിലെത്തിയാൽ പട്ടിണിപ്പാവങ്ങളുടെ കീശ കീറും. പറഞ്ഞു വന്നത് ദിനംപ്രതി ഈ ആശുപത്രികൾ ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കുന്നുവെന്നാണ്. എന്നാൽ ഇവിടെയുള്ള ജീവനക്കാർ ഇപ്പോൾ തൊഴിൽ സമരത്തിലാണ്. കാലങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽസ് മേഖലയിലെ ജീവനക്കാർ ഒരു സമരം നടത്തി. ഇരുന്ന് ജോലി ചെയ്യണമെന്നതായിരുന്നു സമരാവശ്യം. അതുപോലൊരു പ്രഖ്യാപനമായിരുന്നു സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ സമരം. അവർ സർക്കാരിനോടും മാനേജ്മെന്റുകളോടും ആവശ്യപ്പെടുന്നത് അടിസ്ഥാന വേതനമാണ്. അടിസ്ഥാന അവകാശമായ 40,000 രൂപയാണ്. ഇന്നും തലപ്പൊക്കമുള്ള ആശുപത്രികളിൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന വരുമാനം 20,000-ൽ താഴെയെന്നത് ഞെട്ടിപ്പിക്കും. ഞങ്ങൾക്കും ജീവിക്കണം, മാന്യമായ ശമ്പളം ഞങ്ങൾക്കും ലഭിക്കണം. അതുതന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 18ഉം 20ഉം മണിക്കൂർ PP കിറ്റിനകത്ത് നിന്ന് ഞങ്ങൾ പണിയെടുത്തൊരു കാലമുണ്ടായിരുന്നു. കോവിഡിൻ്റെ കാലത്ത്, നിപ്പേൻ്റെ കാലത്തും ഞങ്ങൾ മാലാഖമാരായിരുന്നു. സർക്കാരും കാണണം, ഈ കേരളക്കാരെ മൊത്തം കാണണം. നാല് വർഷത്തിലധികം ഉറക്കമൊഴിച്ചു പഠിച്ച് ആരോഗ്യ മേഖലയിലേക്ക് എത്തിയ സോക്കോൾഡ് മാലാഖമാരാണ്. ജോലിഭാരം അധികമുണ്ട്, പക്ഷേ ശമ്പളമില്ല. അവസാന ശമ്പള പരിഷ്കരണം ഉണ്ടായത് 2018-ൽ. 40,000 രൂപ അടിസ്ഥാന ശമ്പളവും സ്പെഷ്യൽ അലവൻസും പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ തീരുമാനം. ആവശ്യം തുച്ഛമെന്നത് ഒറ്റനോട്ടത്തിൽ വ്യക്തമാണ്. ജീവിക്കാൻ ശമ്പളം തികയുന്നില്ലെന്നാണ് പരാതി. 40,000 അടിസ്ഥാന വേതനം എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് കിട്ടണം. 1,000 രൂപ ഒരു നഴ്സ് അർഹിക്കുന്നില്ലേ? നമ്മൾ ചോദിക്കുന്നത് 1,333 രൂപ ദിവസവേതനമാണ്. അതിന് അർഹരാണ്. പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച നഴ്സസ് ആണ് ഈ തെരുവിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് കിട്ടുന്നതുവരെ നമ്മൾ സമരം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സമരം പ്രഖ്യാപിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമെന്ന് തോന്നിയേക്കാവുന്ന തീരുമാനമുണ്ടായിട്ടുണ്ട്. പ്രഖ്യാപനം ആശ്വാസമല്ലെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന കരട് വിജ്ഞാപനത്തിൽ മാനേജ്മെന്റുകൾ ആക്ഷേപമുന്നയിക്കുമെന്നതിൽ സംശയമില്ല. 28,000 രൂപയാക്കാമെന്ന സർക്കാർ തീരുമാനവും ഈ അടുത്തൊന്നും നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല. മാനേജ്മെന്റുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമെന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ആരോപണം. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാൻ 13 മാനേജ്മെന്റുകളാണ് സംസ്ഥാനത്ത് നിലവിൽ തയ്യാറായിട്ടുള്ളത്. മറ്റ് ആശുപത്രി മാനേജ്മെന്റുകൾ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി മേഖല തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും സ്തംഭിക്കും. പഠനം പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികൾ ആശുപത്രികളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് സാരമായി ബാധിക്കും. അതിൽ ഉറച്ചൊരു തീരുമാനമെടുക്കേണ്ട തൊഴിൽ വകുപ്പ് പാലിക്കുന്ന മൗനവും ഗൗരവകരമാണ്.
മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ട് എന്നാണ് കണക്ക്. ഈ സാഹചര്യത്തിലാണ് മുതലാളിമാരോട് ഒന്ന് പരിഗണിക്കാൻ ഈ ജീവനക്കാർ അഭ്യർത്ഥിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് ടേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. നിരവധി പ്രേക്ഷകരാണ് ഈ നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. ഓമന കൃഷ്ണൻ പറയുന്നു, ജോലി ചെയ്യുമ്പോൾ മാലാഖ ശമ്പളം കൊടുക്കുകയുമില്ല എന്ന കാര്യം. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ നിരവധി പ്രേക്ഷകർ അയക്കുന്നുണ്ട്. ആതിരാമുക്കം പറയുന്നു, ഡോക്ടർമാർ ദൈവം, നഴ്സുമാർ മാലാഖമാർ, അപ്പോൾ മാനേജ്മെൻ്റ് ആണോ ചെകുത്താൻ എന്ന ചോദ്യമാണ് ആതിരാമുക്കം ചോദിക്കുന്നത്. തോമസ് മാത്യു പറയുന്നു, നേഴ്സുമാരുടെ ആവശ്യം ന്യായമാണ്, അവർ പഠിക്കുമ്പോഴും വലിയ ലോൺ എടുത്താണ് പഠിക്കുന്നത് എന്ന കാര്യം. കുടുംബത്തിലെ കാര്യം നോക്കേണ്ടതുണ്ട്. നേഴ്സുമാരുടെ ശമ്പളം 30,000 രൂപയെങ്കിലും ആക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഷിജിൽ പി ഹോങ്കോങ് പറയുന്നു, നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണം, സ്വന്തം കീശ കുറേ കാലം വീർപ്പിച്ചതല്ലേ എന്ന ചോദ്യമാണ് ഷിജിൽ പി ഹോങ്കോങ് പറയുന്നത്. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് നേഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നം പെരുമ്പളം പാലത്തിലൂടെ യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ദിവസമാണ്. ആ സന്തോഷം പെരുമ്പളം ദ്വീപിലെ മുക്കിലും മൂലയിലും കാണാം. പക്ഷേ നാടിൻ്റെ വികസന മുന്നേറ്റത്തിനൊപ്പമെത്താൻ പെരുമ്പളത്തിന് ഇനിയുമേറെ കാര്യങ്ങൾ ആവശ്യമാണ്. എന്തെല്ലാമാണ് ദ്വീപുകാർക്ക് വേണ്ടത്? കൂടുതൽ സൗകര്യങ്ങൾ എത്തിച്ചേരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെരുമ്പളത്തിന് ഇനിയുമുണ്ട് സ്വപ്നങ്ങൾ. കുറെ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വെള്ളി വെളിച്ചം പോലെ കിടക്കുകയാണ് പെരുമ്പളം പാലം. ഇനി പെരുമ്പളത്തുകാരുടെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ആ ദ്വീപിലേക്കാണ്, ആ കാഴ്ചകളിലേക്കാണ്. പെരുമ്പളം പഞ്ചായത്ത് 14 വാർഡുകളിലായി 12,000-ഓളം ആളുകൾ താമസിക്കുന്നു. പെരുമ്പളം ഒരു ദ്വീപാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത യാത്രാക്ലേശത്തിന്റെ ദുരിതം സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവർ വിട പറഞ്ഞതുവരെ ഇവിടുത്തെ ഓരോ ആളുകൾക്കും വേദനിക്കുന്ന അനുഭവങ്ങളായി പറയാനുണ്ട്. ഇതുപോലൊരു സന്തോഷം ഇനി വീണ് കിട്ടാനില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ അച്ഛനെയൊക്കെ ഞങ്ങൾ പാടില്ലാണ്ട് ഞങ്ങൾ എടുത്തണ്ടാ പോയി അവിടുന്ന്. വഴിയില്ല, കണ്ടവരുന്നു ഇങ്ങനെ ചവിട്ടിയാൽ താന്നു പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെമ്മീൻകളാനൊക്കെ പോയിട്ടുണ്ട്, വള്ളമൊക്കെ മറിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിച്ചത്. ഇപ്പം ഞങ്ങൾക്ക് സുഖമായി. ഇതാണ് പെരുമ്പളം ദ്വീപ്. അതിമനോഹരമായ ഒരു ഗ്രാമഭംഗിയുടെ ശുദ്ധി ഇവിടെ ആകെ കാണാം. എന്താണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇനി ആവശ്യമുള്ളത്, പറയാനുള്ളത്? പാലമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. ഇനിയെല്ലാം ദ്രുതഗതിയിൽ വേണമെന്ന ആവശ്യം നാട്ടുകാർ പറയുന്നു. പൊളിഞ്ഞ റോഡുകൾ നവീകരിക്കണം, ഇടുങ്ങിയ റോഡുകൾ സ്ഥലം ഏറ്റെടുത്ത് വികസിപ്പിക്കണം. അങ്ങനെ പെരുമ്പളത്തെ മൊത്തം റോഡ് ഇത് കുറവാണ്, വീതി കുറവാണ്. അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള സംഗതി ക്ലിയർ ആക്കുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇനിയുള്ള ആവശ്യം ഞങ്ങൾക്ക്. അപ്പുറം ഇപ്പുറം സ്ഥലം എടുത്തുകൊണ്ട് റോഡിന് കംപ്ലീറ്റ് വീതി കൂട്ടിക്കൊണ്ട് പിന്നെ നമ്മുടെ ഈ യാത്രാക്ലേശം പരിഹരിക്കുക. ഇപ്പൊ വന്ന ബസ്സുകളൊന്നും തിരിഞ്ഞങ്ങോട്ട് പോയിച്ചു ഒടിഞ്ഞിങ്ങ പോരുകയില്ല. പൂത്തോട്ടെ പാലം വന്നു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇവിടെ എത്തും. അതുപോലെ ഒരു സൗകര്യം നമുക്ക് ഉണ്ടാക്കി തന്നാൽ പെരുമ്പളം വികസിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ മഴവിൽ അഴകിൽ പെരുമ്പളം പാലം വന്നതുപോലെ എറണാകുളം ജില്ലയിലേക്ക് എത്താവുന്ന പൂത്തോട്ടം ഭാഗത്ത് നിന്നുള്ള പാലവും വരണം. അത് 2ാം ഘട്ടത്തിലാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. കിഴക്കുപുറത്ത് പാത്രക്കടവ് പെരുമ്പളം ആയിട്ടൊരു പാലം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ജില്ലയുമായിട്ട് ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കും നമുക്ക്. അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് പെരുമ്പളത്ത് ഒരു ടൂറിസം മേഖല തന്നെ, ടൂറിസത്തിന് വളരെ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ പാലവും യാഥാർത്ഥ്യമായാൽ കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ ഒരു സംഗമ സ്ഥലമായി പെരുമ്പളം ദ്വീപ് മാറും. അത്രത്തോളം ടൂറിസം സാധ്യതകളുമുണ്ട്. പാലത്തിൽ നിന്ന് വേമ്പനാട്ടുകായൽ കാണാൻ, ദ്വീപിലേക്ക് പോയി ശാന്തമായ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്ന് കരകയറി
പെരുമ്പളത്തുകാർ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്, റോഡുകൾ വികസിക്കുന്നത് എല്ലാം. ഇവിടുത്തെ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി ഇനിയും പഠിക്കേണ്ടതുണ്ട്, അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. സർക്കാരിന് കഴിയട്ടെ. മാഹിനൊപ്പം വിപിൻ സി വിജയൻ, 24 പെരുമ്പളം. പൊതുജനം കഴുതയല്ല സാർ. പെരുമ്പളം ദ്വീപ് നിവാസികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. 12,000 പേർ ഉള്ള ഒരു ദ്വീപിലേക്ക് 100 കോടി ചിലവിൽ ഒരു പാലം എന്തിന് എന്ന ചോദ്യം പലരും ചോദിച്ചിരുന്നു. അവിടെയുള്ള ആ ദ്വീപിലെ ജനങ്ങൾ എത്രയോ കാലങ്ങളായി ബോട്ടിൻ്റെ സമയത്തിനനുസരിച്ചാണ് ജീവിതത്തിലേക്ക് കയറിയിരുന്നത്. ഇപ്പോൾ അവിടെ പാലം വന്നിരിക്കുന്നു. പക്ഷേ ആ ദ്വീപിന് ഇനിയുമുണ്ട് നിരവധി പരാധീനതകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പാലം വന്നതോടുകൂടി ബസ്സായി, ഇനിയിപ്പോൾ കാറുകൾ പോകും, മറ്റ് യാത്രാ വാഹനങ്ങളൊക്കെ ആ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ റോഡ്, നേരത്തെ അവിടെ ആ ദ്വീപിൽ വാഹനമില്ലാതിരുന്നത് ഇത്ര വലിയ വാഹനങ്ങൾ അവിടേക്ക് എത്താതിരുന്നത് കൊണ്ട് തന്നെ ചെറിയ റോഡുകളാണ് ഉണ്ടായിരുന്നത്. ആ റോഡിൻ്റെ വീതി കൂട്ടേണ്ടതുണ്ട്. അങ്ങനെ ആ നാട്ടുകാരുടെ യാത്രാ സൗകര്യം കൂടുതലിനി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി സർക്കാർ പെരുമ്പളം ദ്വീപ് നിവാസികൾക്ക് കൂടുതൽ സഹായം എത്തിക്കും, കൂടുതൽ വികസനം അവിടെ എത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെരുമ്പളത്ത് മാത്രമല്ല, ഒരു പാലത്തിനായി കാത്തിരിക്കുന്ന കുറേ മനുഷ്യർ അങ്ങ് കോഴിക്കോടുമുണ്ട്. കോഴിക്കോട്ടെ നടുത്തുരുത്തി ദ്വീപ് നിവാസികളാണ് പാലമെന്ന സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി പണം അനുവദിച്ചു. എന്നാൽ നാട്ടുകാരിൽ ചിലർ സ്ഥലം വിട്ടുകൊടുക്കാത്തതിനാൽ പദ്ധതി ഇപ്പോഴും സ്വപ്നത്തിൽ മാത്രമാണ്. കാണാം കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വികസന സ്വപ്നങ്ങളുടെ വഴിമുടക്കുന്നവർ. നടുത്തുരുത്തിയ ദ്വീപിലെ 100ഓളം വരുന്ന കുടുംബങ്ങളാണ് പാലമില്ലാത്തത് കാരണം ദുരിതം അനുഭവിക്കുന്നത്. അകലാപ്പുഴയ്ക്ക് കുറുകെ തലക്കുളത്തൂർ പഞ്ചായത്തിലെ നടുത്തുരുത്തിയ ദ്വീപിനെയും എലത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലം വേണമെന്നാണ് ആവശ്യം. പാലമില്ലാത്തതിനാൽ 10 കിലോമീറ്റർ ചുറ്റിയാണ് ഇവർ പോകുന്നത്. അധിക കുട്ടികൾ എലത്തൂർ CMC ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ്, UP സ്കൂള്, LP സ്കൂളൊക്കെ എല്ലാം ആശ്രയം വെച്ചാൽ നമ്മളെ ഈ കടവ് മാത്രം ആശ്രയിച്ചിട്ട് നമ്മൾ നിൽക്കാൻ പറ്റും. അഥവാ അർജന്റായിട്ട് വന്ന് എത്തണമെങ്കിൽ ഇപ്പോൾ ബംഗാളം ചുറ്റി പോകണം, അല്ലെങ്കിൽ ബംഗാളി ചുറ്റി പോകണം. 2018-19 സാമ്പത്തിക വർഷത്തിൽ പാലം നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ നീക്കിവെച്ചിരുന്നു. പ്രദേശത്തെ ചിലർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാതെ വന്നതോടെ പദ്ധതി മുടങ്ങി. ബോറിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. 20 കോടി ഫണ്ടും അനുവദിച്ചിട്ടുണ്ടായി. അതെല്ലാം ലാപ്സായതാണ്. ഇപ്പം നിലവിൽ ഞങ്ങളിവിടെ ഒരു പ്രളയം വന്ന സമയത്ത് ഈ കടവെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മുൻ ഭരണസമിതിക്ക് എതിരായിട്ട് സമരം ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി ആ കടവ് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് തലക്കുളത്തൂർ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി. നമ്മളിപ്പോൾ കുറച്ച് വ്യക്തികൾ പോയി കാണാണ്ട് അവരെ സമ്മതമല്ല, അവരോടും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ പുതിയ ഭരണസമിതി എന്തായാലും അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. അതിൽ ഭരണസമിതി മാത്രമല്ല, നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം. ആ പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും. വർഷങ്ങളായി ഞങ്ങളുടെ ഒരാഗ്രഹമാണ് തലക്കുളത്തൂർ പഞ്ചായത്ത് എലത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്ന്. എത്രയോ കാലങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നതുമില്ല. ഇവിടെ അലൈൻമെൻറ്റും അതുപോലെ ബോറിംഗ് ടെസ്റ്റൊക്കെ നടന്നെങ്കിലും പിന്നീട് അതിൻ്റെ പ്രവർത്തനമൊന്നും മുന്നോട്ട് പോയില്ല. രാത്രി 8 മണിക്ക് ശേഷം കടത്തുതോണിയും ഉണ്ടാകാറില്ല. നാട്ടുകാരിൽ ചിലർ ഭൂമി വിട്ടു നൽകിയാൽ പാലം യാഥാർത്ഥ്യമാകും. തലക്കുളത്തൂർ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി നൽകിയ ഉറപ്പാണ് ഇവർക്ക് ഇപ്പോഴുള്ള ആകെ പ്രതീക്ഷ. അതും യാഥാർത്ഥ്യമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുകയല്ലാതെ ഇവർക്ക് മുമ്പിൽ മറ്റു വഴിയില്ല. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പെരുമ്പളത്തേതുപോലെ അവിടെയും ഒരു പാലം വരട്ടെ. അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇതിനായി ഉത്സാഹിക്കട്ടെ. സ്ഥലം വിട്ടുകൊടുക്കാത്ത നാട്ടുകാരെ അതിനായി അനുനയിപ്പിക്കട്ടെ. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ൻ്റെ സജീവ സംവാദ പരിപാടിയായി എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓവർ ടു ഹാഷ്മി.